നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും വയനാട്. കഴിഞ്ഞ ദിവസം വയനാടുണ്ടായ മണ്ണിടിച്ചിൽ വളരെ നടുക്കുന്ന ഒരു മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. വലിയൊരു ദുരന്തം, വളരെ വേദനാജനകമായ ദുരന്തമാണ് വയനാട് ഉണ്ടായിരിക്കുന്നത്. വയനാട് മേപ്പാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിൽ, അതിൽ നിന്ന് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരുണ്ട്. 5 ജീവനുകൾ പൊലിയുന്ന സാഹചര്യമുണ്ടായി. പലരും ഓടി മാറുന്ന ദൃശ്യങ്ങൾ, മണ്ണ് ഒരു വലിയ ടാങ്കർ ലോറിയെ നീക്കി മാറ്റുന്ന ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഈ വലിയൊരു അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിലാണ് കുടമാളും ഭർത്താവ് ബാലകുമാറും. മേപ്പാടിയിൽ പോകാനായി ബസ് കാത്തു നിൽക്കുകയായിരുന്നു ഇരുവരും. മുകളിൽ നിന്നും മണ്ണിടിഞ്ഞു വരുന്നത് കണ്ടതുകൊണ്ട് ഓടാനായെന്നും അതിനാലാണ് രക്ഷപ്പെടാനായതെന്നുമാണ് കുടമാൾ പറയുന്നത്. തുരങ്ക നിർമ്മാണ തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും ബസ് സ്റ്റോപ്പിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള പ്രതികരണം കഴിഞ്ഞ ദിവസം അവർ മാധ്യമങ്ങളോട് നടത്തി. ഓടുന്നതിനിടെയാണ് മണ്ണ് വന്ന്, അതായത് ഇവരുടെ വേഗത്തിനേക്കാളും വേഗത്തിലായിരുന്നു മണ്ണെത്തിയത്. മണ്ണ് ഇവരെയും കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഓടുന്നതിനിടെ താഴെ വീണു. പിന്നെ നോക്കുമ്പോൾ ലോറിയുടെ അടിയിലായിരുന്നു. പക്ഷെ ആ ലോറിയുടെ അടിയിലായിട്ട് പോലും അക്ഷരാർത്ഥത്തിൽ വലിയൊരു അത്ഭുതകരമായ രക്ഷപ്പെടലാണ് കുടമാളിനുണ്ടായത്. ഉരുൾപൊട്ടി വരുന്നത് കണ്ട് ഓടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. പണിയെടുക്കുന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്നവരാണെന്നും അവിടെ ഉണ്ടായിരുന്നവർ തുരങ്ക നിർമ്മാണ തൊഴിലാളികളാണെന്നും ഇവർ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. മേപ്പാടിക്ക് പോകാൻ എത്തിയപ്പോഴേക്കാണ് മുകളിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. മണ്ണ് വരുന്നത് കണ്ടപ്പോഴേ ഓടുകയുണ്ടായി. ദൈവഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇന്നലെയും ഇന്നും ലീവായിരുന്നു. ബാങ്കിൽ പോകാനും കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനും ഇറങ്ങിയതാണ്. ഞങ്ങളുടെ വീടിനടുത്ത് മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട്. പേടിയുണ്ടായിരുന്നു. ആ മണ്ണ് ഇപ്പോഴും കൂട്ടിയിട്ടിരിക്കുകയാണ്. അധികൃതരെ അറിയിച്ചിരുന്നു എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. വയനാട് കള്ളാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം രാവിലെ 10 മണിയോടെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. അപകടത്തിൽ 3 പേർ മരിച്ചതായാണ് ഔദ്യോഗിക വിവരം. നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. തുടക്ക സമയത്തിൽ 9ഓളം പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹിരകുമാർ, ദിലീപ്, സൂരജ് യാദവ്, സഞ്ജയ് താക്കൂർ, രജനീഷ്, തന്മയ് ഘോഷ്, കൂബമാൽ, കുഞ്ചു, സന്തോഷ് കുമാർ എന്നിവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഫയർഫോഴ്സും NDRFും അടക്കം സംഘങ്ങൾ സ്ഥലത്തെത്തിയിരുന്നു. പ്രദേശത്ത് ഇന്നലെ രാത്രി ഇന്ന് രാവിലെ കനത്ത മഴയാണ് പെയ്തിറങ്ങിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 265 മില്ലിമീറ്റർ കനത്ത മഴയാണ് പ്രദേശത്ത് രേഖപ്പെടുത്തിയത്. ചൂരൽ മഴപ്പുഴയിൽ ഒഴുക്കും വർദ്ധിക്കുന്ന സാഹചര്യമായിരുന്നു. മണ്ണ് നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെന്നും എന്നാൽ കരാറുകാർ മണ്ണ് നീക്കം ചെയ്തിരുന്നില്ലെന്നുമാണ് മുഖ്യമന്ത്രി VD സതീശൻ അപകടത്തിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇതാണ് അപകടത്തിലേക്ക് നയിച്ചത്. ദൗർഭാഗ്യകരമായ ദുരന്തമാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകട കാരണമെന്ന് മന്ത്രി T സിറ്റിക്കും. അതായത് പറഞ്ഞു വരുന്നത് ഇതൊരു മനുഷ്യനിർമ്മിത അപകടം എന്ന് തന്നെയാണ്. പ്രകൃതി ദുരന്തമല്ല, മനുഷ്യനിർമ്മിത ദുരന്തമാണ് സംഭവിച്ചതെന്നും മന്ത്രി T സിറ്റിക് പ്രതികരിച്ചു. അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിടരുതെന്ന് നിർമ്മാണ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. നിർദ്ദേശം പാലിക്കാത്തതിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രിയുടെ പ്രതികരണം. വിക്രം റാണ, രാഹുൽ, മുഹമ്മദ് ഇമ്രാൻ, രാകേഷ്, അസറുദ്ദീൻ അൻസാരി എന്നിവരെ കാണുവാനില്ല. മരിച്ചവർ 5ഓളം പേർ മരിക്കുകയുണ്ടായി. വലിയ ഒരു അപകടം, ഉറ്റവരെ സംബന്ധിച്ച് വലിയൊരു വേദന ഉണ്ടാക്കുന്ന അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. മണ്ണിടിച്ചിൽ ദുരന്തത്തിൻ്റെ വേദനയിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് അതിഥി തൊഴിലാളികൾ. ദുരന്തത്തെക്കുറിച്ച് പറയാൻ അവർക്ക് വാക്കുകളിൽ. അക്ഷരാർത്ഥത്തിൽ അവരുടെ കൂടെയുള്ളവർ കൂടി നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. രക്ഷപ്പെട്ടു എന്ന് മാത്രമാണ് അവർ പ്രതികരിക്കുന്നത്. ആ ഒരു നടുക്കം, ഇപ്പോൾ രക്ഷപ്പെട്ടവർക്ക് ആ ഒരു നടുക്കം ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട് ആശുപത്രിയിലെത്തിയ പലർക്കും ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത വന്നിട്ടില്ല. സഹപ്രവർത്തകരായവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ എന്ന ആശങ്ക, ഒരു വേവലാതിയൊക്കെ ആശുപത്രി കിടക്കയിൽ അവരെ വേട്ടയാടുന്നുണ്ടായിരുന്നു. കണ്ടെയ്നർ ബാരക്കിൽ ഉൾപ്പെടെ താമസിച്ചിരുന്നവരാണ് അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലെത്തിയത്. തലനാരിഴയ്ക്കാണ് പലരും ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് തന്നെയാണ് ഈ രക്ഷപ്പെട്ട ഓരോരുത്തരും പ്രതികരിക്കുന്നത്. എന്നാലും സംഭവത്തിൽ പോലീസ് കേസെടുത്തു. മേപ്പാടി പോലീസാണ് കേസെടുത്തത്. കള്ളാടി പാലത്തിലുണ്ടായ മണ്ണിടിച്ചിൽ മനുഷ്യനിർമ്മിതമാണെന്നും കളക്ടർ ആവശ്യപ്പെട്ടിട്ടും മണ്ണ് നീക്കം ചെയ്യാത്തതാണ് അപകടത്തിന് കാരണമെന്നും എല്ലാവരും ഒരേ സ്വരത്തിൽ പ്രതികരിക്കുകയാണ്. എന്തായാലും കേസെടുത്തിട്ടുണ്ട്. കുറ്റക്കാരായവരെ, ഈ അപകടത്തിന് പിന്നിൽ കാരണക്കാരായവരെ നിയമപരമായി ശിക്ഷിക്കേണ്ട ആവശ്യകതയുണ്ട്. അതേസമയം ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ഈ അപകടത്തിൽ പരിക്കേൽക്കുകയുണ്ടായി. രക്ഷാപ്രവർത്തനത്തിനിടെയാണ് പരിക്കേൽക്കുന്നത്. രാവിലെ 11:45 മേപ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നുവെന്നും സർ, കള്ളാടിയിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായി, പെട്ടെന്ന് വരണമെന്നുമാണ് SI സന്തോഷ് കുമാറും ആ ഒരു ഫോൺ കോളിലൂടെ പറഞ്ഞത്. SI സന്തോഷ് കുമാറും സംഘവും ഉടൻ തന്നെ സ്ഥലത്തെത്തുന്നു. ദുരന്തമുഖത്തേക്ക് ആദ്യം എത്തിയ സർക്കാർ സംവിധാനമായിരുന്നു സന്തോഷ് കുമാറും
മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും. പുറപ്പെടുമ്പോൾ ഇത്രയും തീവ്രത ഈ അപകടത്തിന് പിന്നിൽ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലായിരുന്നില്ല എന്നാണ് സന്തോഷ് കുമാർ ആശുപത്രി കിടക്കയിൽ നിന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കൂടെ വന്ന സംഘവുമായി മണ്ണ് മൂടിയ മീനാക്ഷി പാലത്തിന്റെ മുകളിലൂടെ ജീപ്പുമായി പോയി. മണ്ണ് മൂടിയ പ്രദേശമാണ് പിന്നീട് കണ്ടത്. മണ്ണിൽ പൂണ്ട വാഹനങ്ങളും ക്ഷേത്രവും അനേകം കടകളും കണ്ട് വിറച്ചുപോയി. ഉടൻ തന്നെ മണ്ണുമാന്തികൾ എത്തിച്ച് രക്ഷാപ്രവർത്തനം തുടങ്ങി. കല്ലുകളും മണ്ണ് നീക്കി തുടങ്ങിയപ്പോഴാണ് ദുരന്തത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായതെന്നും സന്തോഷ് കുമാർ പ്രതികരിച്ചു. ഇതിനിടെ മണ്ണുമാന്തിയുടെ സഹായത്തോടെ കല്ല് മണ്ണ് മാറ്റുന്നതിനിടെ ഒരു കമ്പി സന്തോഷ് കുമാറിന്റെ തലയിൽ പിന്നിൽ വന്നിടിച്ചു. ചോര പൊടിഞ്ഞു. ഉടൻ തന്നെ സഹപ്രവർത്തകർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പ്രാഥമിക ചികിത്സയ്ക്കും അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം അദ്ദേഹം ആശുപത്രി വിട്ടു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉച്ചയ്ക്ക് വയനാട്ടിലെത്തും. രാവിലെ 11:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ യാത്ര തിരിക്കും മുഖ്യമന്ത്രി. ഉച്ചയ്ക്ക് 1 ദുരന്ത മേഖലയിലേക്ക് അദ്ദേഹം എത്തും. എന്തായാലും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തിയിരുന്നു. കരാറുകാരെ കുറ്റപ്പെടുത്തിയുള്ള പ്രതികരണമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അടിയന്തരമായി മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് ആവർത്തിച്ചു പറയുകയാണ് എല്ലാ മന്ത്രിമാരും. മണ്ണ് നീക്കാൻ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും ഉത്തരവിറക്കിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ നിർദ്ദേശം നൽകിയെങ്കിലും പാലിച്ചില്ല. ദേശീയപാത നിർമ്മാണത്തിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന പരാതി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഒരു വീഴ്ച കൂടി സംഭവിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം ചൊവ്വാഴ്ച രാവിലെ 8:30 അവസാനിച്ച 24 മണിക്കൂറിൽ മേപ്പാടി ഭാഗത്ത് 226 മില്ലിമീറ്റർ മഴയും ആനക്കാംപൊയിൽ ഭാഗത്ത് 140 മില്ലിമീറ്റർ മഴയുമാണ് കിട്ടിയത്. മേപ്പാടിയിൽ ചുവപ്പ് ജാഗ്രതയ്ക്ക് തുല്യമായ മഴ കിട്ടിയിട്ടും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം മാത്രമാണ് വയനാട്ടിൽ ഉണ്ടായിരുന്നത്. ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ മഴ അത്ര ശക്തമല്ലായിരുന്നു. ദുരന്തം സംഭവിച്ചതിന് ശേഷം ഉച്ചയോടെയാണ് ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. മഴ ലഭ്യതയിൽ പ്രാദേശികമായ വ്യത്യാസങ്ങളെ പരിഗണിക്കാതെ പോയതും ദുരന്തത്തിലേക്ക് നയിച്ചു. ചുവപ്പ് ജാഗ്രതയ്ക്ക് തുല്യമായ മഴ 2 ദിവസം അടുപ്പിച്ച് കിട്ടിയാൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളാണിത്. പുത്തുമല, ചൂരൽമല, മുണ്ടക്കൈ ഉരുൾപൊട്ടലായി മുൻ ഉദാഹരണങ്ങളുണ്ട്. എന്നാൽ അതിനനുസൃതമായ മുൻകരുതലുകൾ ഉണ്ടായില്ല. ശക്തമായ മഴ രക്ഷാപ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തു. എന്തായാലും വീഴ്ചകൾ എവിടെയൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. വീഴ്ചകൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ജീവനുകൾ നഷ്ടമായിട്ടല്ല വീഴ്ചകൾ പരിഹരിക്കേണ്ടത് എന്നതും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് ആര് കണക്ക് പറയും? മാത്രമല്ല നഷ്ടപ്പെട്ട ജീവനുകൾ ആര് തിരിച്ചു കൊടുക്കും? നഷ്ടമായവർക്ക് നഷ്ടമായി എന്നല്ലാതെ എന്താണ് ഇനി പറയാനുള്ളത്? മാത്രമല്ല നേരത്തെ നിർദ്ദേശം നൽകിയിട്ട് പോലും എന്തുകൊണ്ട് മണ്ണ് മാറ്റാൻ തയ്യാറായില്ല എന്ന ചോദ്യം കൂടി നിലവിൽ ഉയരുന്നുണ്ട്. മനുഷ്യനിർമ്മിതമെന്ന് പറയുമ്പോൾ അത് ഒരു 5 മനുഷ്യരെ മരണത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള മനുഷ്യനിർമ്മിത അപകടമായി ഇത് മാറിയിരിക്കുന്നു. തീർത്തും അലംഭാവം വരുത്തിയവർക്കെതിരെ, ഇതിന് പിന്നിൽ അതായത് വീഴ്ചകൾ വരുത്തിയവർക്കെതിരെ തക്കതായ ശിക്ഷ കിട്ടണം. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യം തന്നെയാണ് എല്ലാ വശത്തു നിന്നും ഉയരുന്നത്. എന്തായാലും പ്രകൃതി ദുരന്തങ്ങൾ അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും മനുഷ്യന്റെ കയ്യിൽ നിൽക്കുന്നതല്ല. പക്ഷെ മനുഷ്യനിർമ്മിതമായ ചില അപകടങ്ങളുണ്ട്. അത് ഒഴിവാക്കാവുന്നതാണ്. അത് ഒഴിവാക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ശ്രമിക്കാത്തവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം കൃത്യമായിട്ട് ആ ആവശ്യം പരിഗണിക്കപ്പെടുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.